ശിഷ്യന്മാർ ഗലീല തടാകത്തിന് അക്കരയ്ക്ക് പോകുമ്പോൾ അപ്പവും കൂടി എടുക്കുവാൻ മറന്നുപോയിരുന്നു. യേശു തമ്പുരാൻ അവരോട്, നോക്കൂ, പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പം എടുക്കാത്തതിനാലാണെന്ന് അവർ ഉള്ളിൽ വിചാരിച്ചു. യേശു ഇതറിഞ്ഞ് അവരോട്, അല്പവിശ്വാസികളെ, അപ്പം എടുക്കാത്തതിനാലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട്? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? 5000 പേരുടെ ആ 5 അപ്പത്തെ നിങ്ങൾ ഓർക്കുന്നില്ലയോ? എത്ര കുട്ടകൾ മിച്ചമെടുത്തു? 4000 പേരുടെ ആ 7 അപ്പത്തെയും നിങ്ങൾ ഓർക്കുന്നില്ലയോ? എത്ര വൻകുട്ടകൾ മിച്ചമെടുത്തു? പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കാഞ്ഞത് എന്ത്? പരീശന്മാരുടെയും സാദൂക്യരുടെയും ഉപദേശത്തെ അല്ലാതെ അപ്പത്തിനുള്ള പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവാനല്ല ഞാൻ പറഞ്ഞതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഈ വേദഭാഗം മലയാള വേദപുസ്തകത്തിൽ ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന പുതിയ നിയമം സങ്കീർത്തനവും മാത്രമുള്ള ആ പ്രസിദ്ധീകരണത്തിൽ ഈ വേദഭാഗത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, ഹെഡിങ്, ശിഷ്യന്മാരുടെ അജ്ഞതയെ യേശു ശാസിക്കുന്നു എന്നാണ്. ഗലീല കടലിൻ്റെ ഇക്കരെ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിയാക്കി ശേഷിച്ച കഷ്ണങ്ങൾ ശേഖരിച്ചു. അക്കരയ്ക്ക് പോയി ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയി. വളരെ പ്രസിദ്ധനായ ഒരു വേദവ്യാഖ്യാതാവ്, ഒറിഗൻ എന്ന് പറയുന്ന ഒരു വേദവ്യാഖ്യാതാവ്, അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ എല്ലാം ആലങ്കാരികമായ അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പം ശിഷ്യന്മാർ അക്കരയ്ക്ക് അപ്പം കൊണ്ടുപോകാൻ മറന്നുപോയതിനെ ഈ ഒറിഗൻ എന്ന് പറയുന്ന പിതാവ് വർണ്ണിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. The disciples were careless in carrying the bread. ശിഷ്യന്മാർ അലസന്മാരായിരുന്നു എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അക്കരയ്ക്കുള്ള ആഹാരം കരുതണം എന്ന്. അദ്ദേഹം അക്കര എന്ന് വ്യാഖ്യാനിക്കുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള, അവിടുത്തേക്ക് വേണ്ടത് കരുതാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ജീവിതം എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുക. ബി കെയർഫുൾ ആൻഡ് ബി ഓൺ യുവർ ഗാഡ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. കരുതേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും കരുതിക്കൊള്ളണം എന്നുള്ള ഒരു പാഠമാണ് ഒറിഗൻ എന്ന് പറയുന്ന ഒരു അത് വളരെ പുരാതനമായ ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു പ്രസിദ്ധനായ വേദ വ്യാഖ്യാതാവാണ്. പ്രിയമുള്ളവരെ, അപ്പം എടുത്തില്ല എന്നുള്ളത് ശരിയാണ്. കർത്താവ് അവരോട് പറഞ്ഞു, സാദൂക്യരുടെയും പരീശന്മാരുടെയും പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ശിഷ്യന്മാരിത് കേട്ടപ്പോൾ അപ്പത്തിൻ്റെ കാര്യമായിരിക്കാം കർത്താവ് പറഞ്ഞത് എന്നവർ ഓർത്തുപോയി. അവരുടെ മനസ്സറിഞ്ഞ കർത്താവ് അവരെ തിരുത്തുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തി. എത്ര കൊട്ട ശേഷിച്ചു? 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചു. എത്ര വൻകൊട്ട ശേഷിച്ചു? ഇതിനെല്ലാം നിങ്ങൾ സാക്ഷികളായിരുന്നില്ലേ? എന്തേ അപ്പത്തെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കാഞ്ഞതെന്ന് കർത്താവ് ചോദിക്കുക. അപ്പം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മറ്റൊരു സഭാപിതാവായ, എൻ്റെ കാവൽ പിതാവ് കൂടിയായ സ്വർണ്ണനാവുകാരൻ ഈവാനിയോസ് ചോദിക്കുന്നു,
എന്തുകൊണ്ടാണ് കർത്താവ് അവരോട് നേരിട്ട് സാദൂക്യരുടെയും പരീശന്മാരുടെയും ദുഷിച്ച പഠിപ്പിക്കലുകളെ സൂക്ഷിക്കാൻ പറയാഞ്ഞത് എന്ന്? പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നൊരു വളഞ്ഞ വഴിയിൽ കൂടി എന്തിനാ കർത്താവ് പറയാൻ പോയത്? എന്തുകൊണ്ട് നേരിട്ട് പഠിപ്പിച്ചുകൂടാ എന്ന് അദ്ദേഹം ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ അതിന് മറുപടി പറയുന്നു. ശിഷ്യന്മാരുടെ പരാജയ സന്ദർഭങ്ങളെ യേശുവിന് പ്രബോധന സന്ദർഭങ്ങൾ ആയിരുന്നു എന്ന്. അതൊരു വലിയ പാഠമാണ്. ജീവിതത്തിൽ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. പക്ഷേ എത്ര കാര്യങ്ങൾ പഠിച്ചാലും അതൊന്നും നമ്മൾ ജീവിതത്തിൽ നിലനിർത്താറില്ലല്ലോ. അപ്പം ശിഷ്യന്മാരുടെ ജീവിതത്തിലെ പരാജയ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്, അവരും മനുഷ്യര്, പരാജയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പരാജയത്തിൻ്റെ സന്ദർഭങ്ങളെ യേശു തമ്പുരാന് പ്രബോധനത്തിനുള്ള സന്ദർഭങ്ങളായിട്ട് അവൻ കണ്ടു. ശിഷ്യന്മാർക്ക് എപ്പോഴും ഈ അപ്പത്തെക്കുറിച്ചുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കയ്യിൽ ഒന്നുമില്ലാതിരുന്നപ്പോഴും അപ്പത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചവനാണ് കർത്താവ് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നില്ല. എന്താ പ്രിയരെ, സദൃശവാക്യങ്ങളിൽ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നുണ്ട്, as a man thinks in his heart, so is he. ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ എന്ത് ചിന്തിക്കുന്നുവോ അവൻ അതായിരിക്കും. ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞാൽ അതിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത് ഭൗതികതയുടെ ചിന്തകളും അതിന് അനുയോജ്യമായ പ്രവർത്തികൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് ചില പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഫിൽ യുവർ ഹാർട്ട് ആൻഡ് യുവർ മൈൻഡ് വിത്ത് ഡിവൈൻ തിങ്സ്. നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് നിറയ്ക്കണം. ജീവിതത്തെ ദൈവഹിതപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അതിൻ്റെ മുമ്പിൽ പരാജയപ്പെടാതെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നിരന്തരമായി ദൈവീകമായ കാര്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കണം. അതുകൊണ്ട് ഈ ശിഷ്യന്മാരെ കർത്താവ് അല്പവിശ്വാസികളെ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് അവരെ അല്പവിശ്വാസികൾ എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്ന്, അവർക്ക് അപ്പത്തെക്കുറിച്ചുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിയാക്കിയത് 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ സംഭവം നടന്നു കഴിഞ്ഞ് കർത്താവ് കപ്പർന്നഹൂമിൽ പോയി. പുരുഷാരം അവൻ്റെ പുറകെ അവിടെ ചെന്നിട്ട്, റബി, നീ എപ്പോഴാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്നൊരു മറുപടിയുണ്ട്. നിങ്ങൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അവൾ അക്കരയ്ക്ക് പോയ കർത്താവിനെ തിരക്കി അന്വേഷിച്ച് പുരുഷാരം അക്കരെ ചെന്നപ്പോൾ അവർ ചോദിച്ചു, നീ എപ്പോഴാ റബി ഇവിടെ വന്നത്? ഉള്ളറിയുന്ന കർത്താവ് അവരോട് തുറന്നു പറഞ്ഞു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, ദൈവരാജ്യത്തിൻ്റെ പ്രതീകമായ അടയാളം കണ്ടതുകൊണ്ടല്ല, നിങ്ങൾക്ക് അപ്പം തിന്ന് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. പ്രിയമുള്ളവരെ,
ആധ്യാത്മികതയുടെ ദൈവീകതയുടെ ജീവിതം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തുന്ന ഒന്നാക്കി തീർക്കരുത്. അങ്ങനെയുള്ള ജീവിതങ്ങൾ അല്പവിശ്വാസത്തിൻ്റെ ജീവിതമാണ്. കാരണം അപ്പത്തെക്കുറിച്ചുള്ളൊരു ചിന്തയല്ലാതെ അവരുടെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. 2, പഴയ കാര്യങ്ങൾ അവർ മറന്നുപോയിരുന്നു. സ്മരണ ഇല്ലായ്മ അല്പവിശ്വാസത്തിൻ്റെ അടയാളമാണ്. അക്കരെ വെച്ച് 5000 പേരെ തൃപ്തിപ്പെടുത്തിയത് ഓർത്തിരുന്നു എങ്കിൽ അവരപ്പത്തെക്കുറിച്ച് ചിന്തിക്കത്തില്ലായിരുന്നു. സ്മരണകൾ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. ദൈവകൃപയുടെ, ദൈവപരിപാലനത്തിൻ്റെ, ദൈവ നടത്തിപ്പിൻ്റെ, ദൈവം ചെയ്തു തരുന്ന കൃപകളുടെ സ്മരണകളാണ് പ്രിയമുള്ളവരെ മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രേരണയും ഉത്തേജനവും നൽകുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും എന്നെ കാണാൻ വന്നു. ഈ ഭാര്യ ടെസ്റ്റൊക്കെ എഴുതി ഏതോ ഏജൻസി മുഖേന ഒരു വിദേശ രാജ്യത്ത് പോയി. അതിന് പണച്ചെലവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോയിട്ട് ഒരു കാര്യവും നടന്നില്ല. പോയതുപോലെ തിരികെ വന്നു. 2 പേരും എന്നെ കാണാൻ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ, ഒന്നും ശരിയായില്ലേ? ശരിയായില്ല തിരുമേനി, പക്ഷേ എനിക്ക് നിരാശയില്ല. ദൈവമാണല്ലോ നടത്തുന്നത്. ദൈവം കരുതിയിട്ടുണ്ട്. എന്നോട് പറയുക, ഞാനിത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആളാണ്. പക്ഷെ ഞാൻ പറയാൻ അവരെ സാവകാശം എടുത്തില്ല. അവരിങ്ങോട്ട് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമാണല്ലോ തിരുമേനി നടത്തുന്നത്. ആ സ്ത്രീക്ക് സ്മരണയുണ്ട്. ഒരു പരാജയ സന്ദർഭത്തിൽ ആ പരാജയത്തെ അഭിമുഖീകരിക്കത്തക്കവണ്ണമുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ കൃപകളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. ഒരു ചെറുപ്പക്കാരിയാണ്, ബോധ്യമുണ്ട്, സ്മരണകളുണ്ട്. അതുകൊണ്ട് മുന്നോട്ടുള്ള ആധ്യാത്മിക ജീവിത യാത്രയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്ന കൃപകളെക്കുറിച്ചുള്ള സ്മരണകൾ ഒരു ചാലകശക്തിയായി നമ്മെ നയിക്കണം. ഞാൻ വീണ്ടും ഒറിഗൻ എന്ന് പറയുന്ന വേദവ്യാഖ്യാതാവിനെ ഒന്നുകൂടി ഉദ്ധരിക്കട്ടെ. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ജീവിതത്തിൽ സ്മരണകൾ, ആധ്യാത്മികതയുടെ സ്മരണകൾ ഇല്ലാതെ പോയാൽ ഡിസ്ട്രാക്റ്റഡ് ടു ബ്രെഡ് ആൻഡ് ഈസ്റ്റ്. ജീവിതത്തിൽ സ്മരണകൾ ഇല്ലാതെ പോയാൽ അവർക്ക് അപ്പവും അപ്പത്തിന് വേണ്ട പുളിമാവുമേ അവരുടെ മനസ്സിൽ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഒരു പരിശുദ്ധൻ പ്രാർത്ഥിക്കുന്നു, ലോർഡ്, fill my mind with your thoughts and my heart with your love. കർത്താവേ, എൻ്റെ മനസ്സിനെ നിന്റെ ചിന്തകൾ കൊണ്ടും എൻ്റെ ഹൃദയത്തെ നിന്റെ സ്നേഹം കൊണ്ടും നിറയ്ക്കണമേ എന്ന്. സ്മരണകൾ ഉണ്ടാകണം. ഭൗതികതയ്ക്കപ്പുറത്ത് കാര്യങ്ങൾ കാണാനും ചിന്തിക്കാനും നമുക്ക് കഴിയണം. പുളിച്ച മാവ് ഒരൽപ്പം മതി മുഴുവൻ നശിപ്പിക്കാനായിട്ട്. അല്പമായിട്ടാണ് പലതും തുടങ്ങുന്നത്. അത് നാശത്തിൽ ചെന്ന് അവസാനിക്കേ ഉള്ളൂ എന്ന് ഒരു പാഠവും ഇവിടെ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് നല്ല സ്മരണകളോടെ ഹൃദയവും മനസ്സും ദൈവീകതയുടെ ചിന്തയും ദൈവസ്നേഹം കൊണ്ട് നിറച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.